ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഹിസ്റ്റോറിക്സ്. നമ്മുടെ സെറ്റ് PYQ സീരീസിൻ്റെ മൂന്നാമത്തെ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആൻഡ് നേരത്തെയുള്ള സെഷൻസ് നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. അവിടെ പോയിട്ട് അത് കാണുക. ആൻഡ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന അടുത്ത 20 ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൂ സെഡ് ഗോഡ് ഈസ് ദ ഹയസ്റ്റ്, നോബ്ലസ്റ്റ് ആൻഡ് ഫുള്ളസ്റ്റ് മാനിഫെസ്റ്റേഷൻ ഓഫ് ഓൾ പവേഴ്സ് വിച്ച് ലേ ലെറ്റൻറ്റ് ഇൻ ദ സോൾ ഓഫ് മാൻ. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതേസമയം ഇത് ആരുമായിട്ടാണ് ബന്ധപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദി ജൈനിസം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കിതിന്ന് ഒരു ഐഡിയ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. ജൈനിസമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. ആൻഡ് ജൈനിസത്തിനകത്ത് വർദ്ധമാന മഹാവീരനാണ് ഇതിനുള്ളത്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. ഋഷഭ, പാർശ്വനാഥ ആൻഡ് ഗൗതമ ബുദ്ധ വർദ്ധമാന മഹാവീരാണ് അതിനകത്തുള്ളത്. ആൻഡ് അതിനകത്ത് ഓപ്ഷൻ സി വർദ്ധമാന മഹാവീര എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അടുത്തത് വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം നോക്കാം. രാജഗൃഹ റിമൈൻഡ് ദ ക്യാപിറ്റൽ ഓഫ്. ഓപ്ഷൻ എ അവന്തി, ഓപ്ഷൻ ബി കാശി, ഓപ്ഷൻ സി കോസല, ഓപ്ഷൻ ഡി മഗധ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി മഗധ എന്നുള്ളതാണ്. മഗധയുടെ ക്യാപിറ്റലാണ് രാജഗൃഹ എന്ന് പറയുന്നത്. അവന്തിയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഉജ്ജയിനി എന്നുള്ളതാണ്. ഓക്കെ, ഉജ്ജയിൻ എന്നുള്ളത്. ആൻഡ് കോസലയുടെ ക്യാപിറ്റൽ ആയിരുന്നു ശ്രാവസ്തി എന്ന് പറയുന്നത്. ആൻഡ് കാശിയുടെ ക്യാപിറ്റൽ ആയിരുന്നു വാരാണസി അല്ലെങ്കിൽ ബനാറസ്. ഓക്കെ, വാരാണസി. ഇങ്ങനെയാണ് ക്യാപിറ്റൽസ്. ആൻഡ് ഓൾസോ നമ്മുടെ 16 മഹാജനപദാസിലെ മറ്റെല്ലാ മഹാജനപദാസും അതിൻ്റെ ക്യാപിറ്റലൊക്കെ എന്ത് ചെയ്യണം, എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ സദേൺ മോസ്റ്റ് ഏതാണ്, ഈസ്റ്റേൺ മോസ്റ്റ് ഏതാണെന്നൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട് എന്ന് ഓർത്ത് വെക്കുക. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി ചാപ്റ്റേഴ്സ് ആർ ദെയർ ഇൻ അർത്ഥശാസ്ത്ര. അർത്ഥശാസ്ത്രയുടെ അകത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇതും നെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ 50, 100, 15, 200. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 15 എന്നുള്ളതാണ്. 15 അധികരണാസ് ആണ് ഇതിനകത്തുള്ളത്. അർത്ഥശാസ്ത്രയുടെ അകത്ത് ഉള്ളത് 15 അധികരണാസും 180 പ്രകിരണാസ്, അതായത് സബ് ഡിവിഷൻസ് ആണ് അതിനകത്തുള്ളത്. സോ 15 ചാപ്റ്റേഴ്സ് ആണ് അർത്ഥശാസ്ത്രയുടെ അകത്തുള്ളത്. അതിന് നമ്മൾ അധികരണാസ് എന്ന് പറയും. 180 പ്രകിരണാസ്, 180 പ്രകിരണാസും അതിനകത്തുണ്ട്. അതിൻ്റെ സബ് ഏരിയാസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ സ്പീക്സ് അബൌട്ട് ദ ട്രേഡ് വിത്ത്. ഏത് റീജിയനുമായിട്ടുള്ള ട്രേഡിനെ സംബന്ധിച്ചാണ് പെരിപ്ലസ് ഓഫ് ദി എറിത്രിയൻ സീ എന്ന് പറയുന്ന ഒരു അനോണിമസ് വർക്കാണ്, ഒരു ഗ്രീക്ക് വർക്കാണ്. അത് പറയുന്നത് ഏത് റീജിയനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രേഡിനെ സംബന്ധിച്ചാണ്. ഗ്രീസ്, ഈജിപ്ത്, റോം, ചൈന. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി റോം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് റോമുമായിട്ടുള്ള ട്രേഡിനെ സംബന്ധിച്ചുള്ള വിവരം നമുക്ക് കിട്ടുന്നത് പെരിപ്ലസ് ഓഫ് ദ എറിത്രിയൻ സീ എന്ന് പറയുന്ന വർക്കിൽ നിന്നാണ്. ഈ വർക്കിൻ്റെ ഓതർ ആരാണ് എന്നുള്ളത് അറിയൂല. ആൻഡ് റോമുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കേരളമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആംഫോറെ എന്ന് പറയുന്ന റോമൻ ജാർസ്, അതിനൊക്കെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഡ്യൂറിങ് ദ സംഗം ഏജ് ദ ഫിഷർ ഫോക്ക് ലിവ്ഡ് ഇൻ ദി. നമുക്കറിയാം സംഗം ഏജിൽ തിണൈ സിസ്റ്റമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. 5 തിണൈസ്, 5 തിണൈസ് ആണ് ഉണ്ടായിരുന്നത്. ആൻഡ് ഈ തിണകൾക്കിടയിൽ ഫിഷർ ഫോക്ക് അല്ലെങ്കിൽ ഫിഷിംഗ് കമ്മ്യൂണിറ്റി എവിടെയാണ് ജീവിച്ചിരുന്നത്? മുല്ലൈ, മരുതം, നെയ്തൽ, പാലൈ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി നെയ്തൽ എന്നുള്ളതാണ്. നെയ്തൽ എന്ന് വെച്ചാൽ നമ്മുടെ സീഷോർ അല്ലെങ്കിൽ നമ്മുടെ കടൽ തീരമാണ് നെയ്തൽ എന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ഫിഷർമാൻ, അതുപോലെ തന്നെ സോൾട്ട് മാനുഫാക്ചേഴ്സ്, ഉപ്പുണ്ടാക്കുന്ന ആൾക്കാർ എന്നുള്ളതാണ്. മുല്ലൈ എന്ന് പറയുന്നത് ഇങ്ങനെ ആലോചിച്ചാൽ മതി, പുല്ലൈ, നല്ല പുല്ലൊക്കെ ഉള്ള പച്ചപ്പും ഗ്രാസ് ലാൻഡ് ആണ് ശരിക്കും മുല്ലൈ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രധാനമായിട്ടും കാറ്റിൽ റിയറേഴ്സ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പശുവിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരായിരുന്നു. കന്നുകാലി വളർത്തലായിരുന്നു അവരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. ഇനി മരുതം എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ലാൻഡ് ആണ്. അഗ്രികൾച്ചറൽ ലാൻഡ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത് കൃഷിയായിരിക്കും. പാലൈ എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡ് ആണ്. അവിടെ കൃഷിക്കൊന്നും പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ തൊഴിൽ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും റോബറി, ഇങ്ങനെയുള്ള പിടിച്ചുപറി, ഇങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു എന്നുള്ളതാണ്. ഇനി കൂട്ടത്തിലില്ലാത്തത് കുറിഞ്ചി എന്നുള്ളതാണ്. കുറിഞ്ചി എന്ന് വെച്ച് കഴിഞ്ഞാൽ
കുറിഞ്ചി. ഓക്കെ, കുറിഞ്ചി എന്ന് വെച്ചാൽ ഒരു ഹില്ലി റീജിയൻ ആണ്, കുന്നും മലയൊക്കെയുള്ള പ്രദേശങ്ങളാണ്. അവിടെ സ്വാഭാവികമായിട്ടും ഈ ഫോറസ്റ്റിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അവർ ഈ പറഞ്ഞാൽ ഹണ്ടേഴ്സും ഹേഡേഴ്സും ഒക്കെ ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. ഈ തിണൈസും തിണയിലെ ആൾക്കാരും അവരുടെ ദൈവങ്ങളെ സംബന്ധിച്ചൊക്കെ എക്സാമിന് ചോദിക്കാറുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിപ്പോൾ പോകുന്നില്ല. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യതാണ്, ദ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ ഇൻ പല്ലവാരം. പല്ലവാരത്തെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ വാസ് അണ്ടർടേക്കൺ ബൈ. ആരാണ് അവിടുത്തെ എക്സ്കവേഷൻ ലീഡ് ചെയ്തിരുന്നത്? ഫോസെറ്റ്, റോബർട്ട് ബ്രൂസ്ഫുട്ട്, RB ഫുട്ട്. ഓക്കെ, KV രാമൻ, HD സംഗാല്യ. ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, റോബർട്ട് ബ്രൂസ്ഫുട്ട് എന്നുള്ളതാണ്. പല്ലവാരം ഹാൻഡ് ആക്സ് ഒക്കെ കണ്ടെത്തിയിട്ടുള്ളത് ഈ പറഞ്ഞ റോബർട്ട് ബ്രൂസ്ഫുട്ട് തന്നെയാണ്. ഇന്ത്യൻ പ്രീ ഹിസ്റ്ററിയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഈ പറഞ്ഞ റോബർട്ട് ബ്രൂസ്ഫുട്ട് ആണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, ദ ഗ്രേറ്റസ്റ്റ് ആസ്ട്രോണമർ ഹു ലിവ്ഡ് ഡ്യൂറിങ് ദ ഗുപ്താസ്. ഗുപ്താസിന്റെ സമയത്ത് ജീവിച്ചിരുന്ന ഗ്രേറ്റസ്റ്റ് ആസ്ട്രോണമർ ആരാണ് ഈ കൂട്ടത്തിൽ? ആര്യഭട്ട, വരാഹമിഹിര, വരരുചി, ബാണഭട്ട. ബാണഭട്ട എന്തായാലും ആ ഒരു സമയത്തല്ല, നമുക്കെല്ലാവർക്കും അറിയാം. ബാണഭട്ടയുടെ ഫേമസ് വർക്ക് എന്ന് പറയുന്നത് ഹർഷചരിത എന്നുള്ളതാണ്. ആൻഡ് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്, കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ആര്യഭട്ട എന്നുള്ളതാണ്. ആ സമയത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു ആസ്ട്രോണമർ ആയിരുന്നു ആര്യഭട്ട എന്ന് പറയുന്നത്. ഹിസ് ഫേമസ് വർക്ക് ഈസ് ഏതാണ്? ആര്യഭട്ടീയം. ആര്യഭട്ടീയം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ വരാഹമിഹിര ഒരു ആസ്ട്രോണമി ആൻഡ് ഓൾസോ അസ്ട്രോളജിക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾ തന്നെയാണ്. വരാഹമിഹിരയുടെ പ്രധാന വർക്കാണ് ബൃഹത് സംഹിത. യെസ്, ബൃഹത് സംഹിത എന്നുള്ളത് വരാഹമിഹിരയുടെ വർക്കാണ്. പിന്നെ കൂടുതലുള്ളത് വരരുചിയാണ്. വരരുചിനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് എ ഗ്രമേറിയൻ. ഓക്കെ, ഒരു ഗ്രമേറിയൻ ആയിരുന്നു അദ്ദേഹം. പ്രാകൃത പ്രകാശ എന്ന് പറയുന്ന പ്രാകൃത ഭാഷയിലുള്ള ഒരു ഗ്രാമർ ടെക്സ്റ്റൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത നമ്മുടെ ചോദ്യം നോക്കാം. ദ സെന്റേഴ്സ് ഓഫ് ഫ്യൂഡൽ ഫോർമേഷൻസ്. ഫ്യൂഡൽ ഫോർമേഷൻസിന്റെ സെന്ററുകൾ ഏതായിരുന്നു? ഊർസ്, ടെമ്പിൾസ്, സഭാസ് ആൻഡ് ലാസ്റ്റില് സമിതി. ഇതിനകത്ത് കറക്റ്റ് ആൻസർ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഏർലി മിഡീവൽ സമയത്ത് ടെമ്പിൾസ് ആയിരുന്നു ഇങ്ങനെയുള്ള ഫ്യൂഡൽ ഫോർമേഷൻസിന്റെ ഒക്കെ കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ചോദ്യം നോക്കാം. ഇൻസ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ വിച്ച് ടെസ്റ്റിഫൈസ് ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രൽ സിസ്റ്റം. അതായത് ഒന്നുകൂടിയൊക്കെ ഒരു നമ്മുടെ എന്താ പറയല്, ഒരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സിസ്റ്റം അതിനൊക്കെ സംബന്ധിച്ച് പറയുന്നതാണ് ശരിക്കും ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇലക്ട്രൽ സിസ്റ്റം വാസ് ഇഷ്യൂഡ് ബൈ. ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ, ഇലക്ട്രൽ സിസ്റ്റത്തിനൊക്കെ പറയുന്ന ഇൻസ്ക്രിപ്ഷൻ, അത് ഇഷ്യൂ ചെയ്ത റൂളർ ആര്? രാജരാജ ചോള, രാജേന്ദ്ര ചോള, പരന്തക ചോള, ആദിത്യ ചോള. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ സി, പരന്തക ചോള എന്നുള്ളതാണ്. പരന്തക ചോളയാണ് ഈ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റൂളർ എന്ന് പറയുന്നത്. പിന്നെ രാജരാജ ചോള മറന്നുകൊണ്ട, ഹി വാസ് എ ചോള റൂളർ ഹു കൺസ്ട്രക്റ്റഡ് ബൃഹദേശ്വര ടെമ്പിൾ. ബൃഹദേശ്വര ടെമ്പിൾ എവിടെയാണെന്ന് അറിയോ? അറ്റ് തഞ്ചാവൂർ. തഞ്ചാവൂർ ചോള ക്യാപിറ്റൽ ആയിരുന്നു തഞ്ചാവൂർ എന്ന് പറയുന്നത്. ആൻഡ് രാജേന്ദ്ര ചോളയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് ചോള ഡോമിനേഷൻ വ്യാപിപ്പിച്ചിട്ടുള്ള റൂളറാണ് രാജേന്ദ്ര ചോള എന്ന് പറയുന്നത്. ഇതൊക്കെ ഓർത്തു വെക്കുക, എക്സാമിന് ഈ ഒരു ചോള ഡൈനസ്റ്റി ഒക്കെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി അടുത്ത ഒരു ചോദ്യമാണ്, കൊർഗൈ വാസ് എ മേജർ ഹാർബർ ഓഫ് ദി. കൊർഗൈ എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ആരുടെ പ്രധാനപ്പെട്ട ഹാർബർ അല്ലെങ്കിൽ പോർട്ട് സിറ്റി ആയിരുന്നു എന്നുള്ളത്. ഇവിടെ ചോളാസ് ഉണ്ട്, പാണ്ഡ്യാസ് ഉണ്ട്, ചേരാസ് ഉണ്ട്, ഗുപ്താസ് ഉണ്ട്. ഗുപ്താസ് എന്തായാലും അല്ല, നമുക്കറിയുന്നതാണ്. ഇനി ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, പാണ്ഡ്യാസ്. കൊർഗൈ എന്ന് പറയുന്നത് പാണ്ഡ്യാസിന്റെ, കൊർഗൈ എന്ന് പറയുന്നത് പാണ്ഡ്യാസിന്റെ നമ്മുടെ എന്താണ് പറയല്, അവരുടെ പോർട്ട് സിറ്റി ആയിരുന്നു അല്ലെങ്കിൽ ഹാർബർ ആയിരുന്നു എന്നുള്ളതാണ്. ചോളാസിന്റെ പ്രധാനപ്പെട്ട ഹാർബർ എന്ന് പറയുന്നത് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത് പുഹാർ, പൂംപുഹാർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ അരിക്കമേഡു. ഇതൊക്കെ ചോളാസിന്റെ പ്രധാനപ്പെട്ട ഹാർബറുകളാണ് അല്ലെങ്കിൽ പോർട്ടുകളാണ്. ചേരാസിന്റെ പ്രധാനപ്പെട്ട പോർട്ടാണ് നമുക്കെല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള മുച്ചിരി, ഓക്കെ, അല്ലെങ്കിൽ മുസിരീസ് എന്നൊക്കെ പറയുന്നത് ചേരാസിന്റെ പ്രധാനപ്പെട്ട പോർട്ടാണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം.
ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്ക് എല്ലാവർക്കും കണ്ണടച്ചാണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ റൂളേഴ്സിനെയും അവരുടെ ഡൈനാസ്റ്റീസിനെയും മാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ജലാലുദ്ദീൻ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്നതാണ് ജലാലുദ്ദീൻ ഖിൽജി. ദെൻ ഇൽതുമിഷ്, ഹി വാസ് എ സ്ലേവ് ഡൈനാസ്റ്റി റൂളർ, അതായത് മാമലൂക്ക് റൂളർ ആയിരുന്നു. ഫിറോസ് ഷാ തുഗ്ലക്, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. പിന്നെ ഹുമയൂൺ എന്ന് പറയുന്നത് മുഗൾസിനകത്ത് പ്രധാനപ്പെട്ട ഒരു റൂളറും ആണ്. ബാബറിന്റെ മകനാണ് ഹുമയൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, A2 വരണം, ദെൻ B4. ഈ ഒരു ഓർഡറിലാണ് ഇത് വരേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇനി അതിൽ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. അടുത്ത ഒരു ചോദ്യം നോക്കാം. ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ് വാസ് നോൺ ആസ്. ഡൽഹി സുൽത്താനേറ്റിൽ പ്രൈം മിനിസ്റ്ററിന്റെ ടൈറ്റിൽ അറിയപ്പെട്ടിരുന്ന പേരെന്ത്? വസീർ ആണോ, മാംലുക്സ് ആണോ, സിമ്മീസ് ആണോ, സുബദാർ ആണോ? ഇതിനകത്ത് കറക്റ്റ് ആൻസർ വരുന്നത്, നിങ്ങളെ ആൻസറുകളൊക്കെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ പറയാട്ടോ. നിങ്ങളിങ്ങനെ റിയൽ ടൈമിൽ എന്ത് ചെയ്യുക, അവിടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക, നിങ്ങൾ പറയുന്നത് ശരിയാവുന്നുണ്ടോ എന്നുള്ളത് അറിയാലോ. നമുക്ക് ഈ എക്സാമിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാനുള്ള സാധ്യതയൊക്കെ വളരെ ഹൈ ആണ്. നമ്മൾ ഈ ഒരു സെറ്റ് എക്സാമിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, ഏതായാലും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്ന പദവി ഈ പറഞ്ഞ ഡൽഹി സുൽത്താനറ്റിന്റെ കാലത്ത് ദാറ്റ് ഈസ് വസീർ എന്നുള്ളതാണ്. വസീർ വാസ് ഈക്വൽ ടു പ്രൈം മിനിസ്റ്റർ. മാംലുക്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സ്ലേവ് ഡൈനാസ്റ്റിയുടെ മറ്റൊരു പേരാണ്. മാംലുക്സ്, ഇൽബാരി ഒക്കെ അതിൻ്റെ തന്നെ മറ്റു പേരുകളാണ്. സിമ്മീസ് എന്ന് പറയുന്നത് ഇവിടുത്തെ നോൺ മുസ്ലിംസിനാണ് സിമ്മീസ് എന്ന് പറയുന്നത്. അതായത് ഇസ്ലാമിക് റൂളിൻ്റെ കീഴിൽ പ്രൊട്ടക്ഷനിലുള്ള നോൺ മുസ്ലിം പോപ്പുലേഷനാണ് സിമ്മീസ് അല്ലെങ്കിൽ ദിമ്മീസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. പിന്നുള്ളത് സുബാദാർ എന്നുള്ളതാണ്. സുബ എന്ന് പറയുന്നത് ദെയർ പ്രോവിൻസ് അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ സ്റ്റേറ്റുകളാണ് സുബാസ് എന്ന് പറയുന്നത്. ഈ സുബയുടെ ഹെഡിനെയാണ് സുബാദാർ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതായത് പ്രൊവിൻഷ്യൽ ഗവേണേഴ്സ് ആണ് ശരിക്കും സുബാദാർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് ദ ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫ് ദ ഡൽഹി സുൽത്താനേറ്റ്. ഡൽഹി സുൽത്താനേറ്റിന്റെ ഔദ്യോഗിക ഭാഷ ഏത്? അറബിക്, ഉറുദു, അഫ്ഗാൻ ആൻഡ് ഫൈനലി പേർഷ്യൻ. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി, പേർഷ്യൻ എന്നുള്ളതാണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യമാണ് നെയിം ദ ഡൽഹി സുൽത്താൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദ പോസ്റ്റൽ സിസ്റ്റം. പോസ്റ്റൽ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഡൽഹി സുൽത്താൻ ആര്? അലാവുദ്ദീൻ ഖിൽജി, ജലാലുദ്ദീൻ ഖിൽജി, മുഹമ്മദ് ബിൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ എ, അലാവുദ്ദീൻ ഖിൽജി എന്നുള്ളതാണ്. അലാവുദ്ദീൻ ഖിൽജിയാണ് പോസ്റ്റൽ സിസ്റ്റം തുടങ്ങിയിട്ടുള്ളത്. അതേസമയം നേരത്തെ ഇൽതുമിഷ് ഒരു എന്താണ് പറയല് കൈൻഡ് ഓഫ് മെസ്സഞ്ചർ സിസ്റ്റം ഒക്കെ തുടങ്ങിയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത ചോദ്യമാണ് നെയിം ദ ഡൽഹി സുൽത്താൻ ഹു ഇൻട്രൊഡ്യൂസ്ഡ് ദി ടോക്കൺ കറൻസി. ഡൽഹി സുൽത്താൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിഫോംസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ടോക്കൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആര്? അലാവുദ്ദീൻ ഖിൽജി ആണോ, ജലാലുദ്ദീൻ ഖിൽജി ആണോ, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണോ, ഫിറോസ് ഷാ തുഗ്ലക് ആണോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, മുഹമ്മദ് ബിൻ തുഗ്ലക് ആണ്. ടോക്കൺ കറൻസി, അതുപോലെ തന്നെ ക്യാപിറ്റൽ ഷിഫ്റ്റിംഗ് ഫ്രം ഡൽഹി ടു ദേവഗിരി ആൻഡ് നമ്മുടെ ഖുറാച്ചൽ എക്സ്പെഡിഷൻ, ഖുറാസാൻ എക്സ്പെഡിഷൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റിഫോംസ് നടത്തിയിട്ടുള്ള വൈസസ്റ്റ് ഫൂൾ എന്നൊക്കെ ചരിത്രത്തിൽ അറിയപ്പെടുന്ന റൂളറാണ് മുഹമ്മദ് ബിൻ തുഗ്ലക് എന്ന് പറയുന്നത്. അലാവുദ്ദീൻ ഖിൽജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ് മാർക്കറ്റ് റിഫോംസ്, മിലിറ്ററി റിഫോംസ് എന്നൊക്കെ പറയുന്നത്. ഒരുപാട് നോബിൾസിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരുപാട് മെഷേഴ്സ് ഒക്കെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ജലാലുദ്ദീൻ ഖിൽജിനെ സംബന്ധിച്ചിടത്തോളം ഹി വാസ് ദി അങ്കിൾ, അതായത് അലാവുദ്ദീൻ്റെ അങ്കിളായിരുന്നു ജലാലുദ്ദീൻ ഖിൽജി എന്ന് പറയുന്നത്. ഖിൽജി ഡൈനാസ്റ്റിയുടെ ഫൗണ്ടറൊക്കെ അദ്ദേഹമാണ്. ആൻഡ് അലാവുദ്ദീൻ ഖിൽജി തന്നെയാണ് ജലാലുദ്ദീൻ ഖിൽജിനെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക്കിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന് ശേഷം വന്നിട്ടുള്ള റൂളറായിരുന്നു ഫിറോസ് ഷാ തുഗ്ലക്ക് എന്ന് പറയുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ഒരുപാട് ടാക്സുകളൊക്കെ ഇല്ലാതെയാക്കിയിട്ട് മുഹമ്മദ് ബിൻ തുഗ്ലക്ക് കുറേ ടാക്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ടാക്സിൻ്റെ എണ്ണം മെയിൻറ്റെയിൻ ചെയ്തതൊക്കെ ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ഫിറോസ് ഷാ തുഗ്ലക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന ഒരു ചാരിറ്റി ഡിപ്പാർട്ട്മെൻ്റ് ആണ് ശരിക്കും ദിവാനി ഖൈറാത്ത് എന്ന് പറയുന്നത്. ദിവാനി ഖൈറാത്ത്. പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക് ഒരുപാട് ഹോസ്പിറ്റൽസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനാണ് ശരിക്കും ദാറുൽ ഷിഫ എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒക്കെ എക്സാമിന് സാധ്യത ഉള്ളതാണോ? ദാറുൽ ഷിഫ എന്നറിയപ്പെട്ടിരുന്നത് ഫിറോസ് ഷാ തുഗ്ലക്ക് തുടങ്ങിയിട്ടുള്ള ഹോസ്പിറ്റൽ നെറ്റ്വർക്കാണ്. നേരത്തെ നെറ്റ് എക്സാമിലൊക്കെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ സംബന്ധിച്ചിടത്തോളം
അദ്ദേഹം ഒരുപാട് ചേഞ്ചസ് തുടക്കത്തിൽ കുറേ ടാക്സ് ഒക്കെ വാങ്ങി പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം അഗ്രികൾച്ചറിനൊരു ദിവാനി അമീർ കോഹി എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സുന്ദർ അതുപോലെ തന്നെ തെക്കാവി ലോൺസ് ഒക്കെ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഡൽഹി സുൽത്താനേറ്റ് അവർ അഡ്മിനിസ്ട്രേഷനൊക്കെ എക്സാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ആൻഡ് അടുത്ത ഒരു ചോദ്യം നമുക്ക് നോക്കാം. ഹൂ വർ ഹെൽഡ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിവിഷൻ ഓഫ് ദി സൗത്ത് ഇന്ത്യൻ സൊസൈറ്റി ഇൻ ടു ഇടംകൈ ആൻഡ് വലംകൈ ഗ്രൂപ്പ്സ്? സൗത്ത് ഇന്ത്യൻ സൊസൈറ്റീന് ഇടംകൈ ഗ്രൂപ്പ് വലംകൈ ഗ്രൂപ്പ് എന്നൊക്കെ തിരിച്ചതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്ക്, അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ചെയ്തതെന്നുള്ളതാണ്. ശരിക്കും ഇവിടെ ഓപ്ഷൻസ് ഉണ്ട്: ദ്രവീഡിയൻസ്, ആര്യൻസ്, അറബ്സ്, യൂറോപ്യൻസ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആര്യൻസ് ആണ് സൗത്ത് ഇന്ത്യൻ സൊസൈറ്റീനെ ഈ ഒരു രീതിയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. വേദാസിൽ നമുക്ക് ഇത്തരത്തിലുള്ള റഫറൻസ് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനിയും ആരാണ് ഈ വലംകൈ ആൻഡ് ഇടംകൈ? വലംകൈ എന്ന് പറയുന്നത് ശരിക്കും അവിടുത്തെ ബ്രാഹ്മിൻസ്, അഗ്രികൾച്ചറിസ്റ്റുകൾ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ വലംകൈ. അതുപോലെ ലാൻഡ് ഓണേഴ്സ്, ഇവരൊക്കെയാണ് വലംകൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇടംകൈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ട്രേഡേഴ്സ്, ആർട്ടിസൻസ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് പൊതുവെ ഇടംകൈ ഗ്രൂപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ചേര ചോള കോൺഫ്ലിക്റ്റ് ഓഫ് ദി 11th century വാസ് മോസ്റ്റ്ലി സെൻറ്റേർഡ് ഓൺ. ചേര ചോള കോൺഫ്ലിക്റ്റ് നമ്മൾ പൊതുവെ 100 years വാർ അല്ലെങ്കിൽ 100 years കോൺഫ്ലിക്റ്റ് എന്നൊക്കെയാണ് പൊതുവെ പറയാറുള്ളത്. എന്തായാലും ചേര ചോള കോൺഫ്ലിക്റ്റ് ഏത് റീജിയൻ ബേസ് ചെയ്തിട്ടായിരുന്നു? മധുരൈ, കൊട്ടർ, കൊല്ലം, വിഴിഞ്ഞം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, വിഴിഞ്ഞം എന്നുള്ളതാണ്. വിഴിഞ്ഞത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇവരുടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് ചോള റൂളേഴ്സ് പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് വിഴിഞ്ഞം എന്നുള്ള റീജിയൻ. അതിൻ്റെ ഒരു ട്രേഡിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു പോർട്ട് എന്നുള്ള ആസ്പെക്റ്റിലുള്ള ഇമ്പോർട്ടൻസ് തന്നെയാണ് അതിന് കാരണമാവുന്നത്. പക്ഷെ പിന്നീട് 12th century ചേര റൂളറായിരുന്ന രാമവർമ്മ കുലശേഖര, അല്ലേ, രാമവർമ്മ കുലശേഖര, അങ്ങനെയാണ് മലയാളത്തിൽ എഴുതുക, രാമവർമ്മ കുലശേഖര, കേരള ഹിസ്റ്ററിയിൽ ചോദിക്കാറുണ്ട്. അദ്ദേഹമാണ് പിന്നീട് ഈ ഒരു വിഴിഞ്ഞം വീണ്ടും ചേരാസിന്റെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നത്. അടുത്ത ചോദ്യം നോക്കാം. ദ സിസ്റ്റം ദാറ്റ് ഒറിജിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ദ ചേര ചോള കോൺഫ്ലിക്റ്റ്. ചേര ചോള കോൺഫ്ലിക്റ്റിന്റെ ഒരു റിസൾട്ടായിട്ട്, അതിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് എമേർജ് ചെയ്തു വന്നിട്ടുള്ള സിസ്റ്റം ഏത് എന്നുള്ളതാണ്. ഒന്ന് കാസ്റ്റ് സിസ്റ്റം, ഫ്യൂഡൽ സിസ്റ്റം, ദേവദാസി സിസ്റ്റം, ഡൗറി സിസ്റ്റം. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, ഫ്യൂഡൽ സിസ്റ്റം എന്നുള്ളതാണ്. കാരണം ഇവിടെ കോൺഫ്ലിക്റ്റ് ആണ്, യുദ്ധം നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ ജനങ്ങളുടെ പ്രൊട്ടക്ഷൻ ആ ഗ്രൂപ്പിൽ കുറച്ചുകൂടിയൊക്കെ ഒരു ഡോമിനേഷൻ ഉള്ള ഒരാളെ ഏറ്റെടുക്കുകയും അത് ഗ്രാജുവലി ഫ്യൂഡൽ സിസ്റ്റത്തിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് സംഭവിച്ചിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം നോക്കാം. ദ സിസ്റ്റം ദാറ്റ് വാസ് അസോസിയേറ്റഡ് വിത്ത് ലാൻഡ് റവന്യൂ. ലാൻഡ് റവന്യൂ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സിസ്റ്റം ഏത്? പോളിഗാരി, മൻസബ്ദാരി, ഇക്ത, ജാഗീർദാർ. ഇവിടെ നമുക്ക് അറിയാം, അതായത് പോളിഗാരി എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് വാസ് എ ഫ്യൂഡൽ സിസ്റ്റം എന്നുള്ളതാണ്. ഈ ഒരു പോളിഗാർ എന്ന് പറഞ്ഞൊരു ഫ്യൂഡൽ ലാൻഡ് ലോഡ്, ആ ഈ കാറ്റഗറിക്കാണ് എന്ത് ചെയ്യുക, പോളിഗാരി സിസ്റ്റം വരിക. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു മിലിറ്ററി അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിസ്റ്റമാണ്. ജാഗീർദാർ എന്ന് പറയുന്നത് ആക്ച്വലി ദ പേഴ്സൺ ഹൂ റിസീവ്ഡ് ദി ജാഗീർ ലാൻഡ്. ജാഗീർ ലാൻഡ് കിട്ടിയിട്ടുള്ളതാണ് ജാഗീർദാർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് ജാഗീർദാരി. പിന്നെ ഇവിടെ ഇക്തയാണുള്ളത്. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, ഇക്ത എന്നുള്ളതാണ്. ഇക്ത എന്ന് പറയുന്ന ഒരു ലാൻഡ് റവന്യൂ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു സിസ്റ്റം ആണ് ഇക്ത എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ദെയർ ഇൻ ദി ഡൽഹി സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഡൽഹി സുൽത്താനേറ്റ് അഡ്മിനിസ്ട്രേഷനിലാണ് ഇക്ത സിസ്റ്റം ഉണ്ടായിരുന്നത്. ഇക്തദാർ, മുക്തി, വാലി എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഇക്ത ലാൻഡ് കിട്ടിയിട്ടുള്ള ആളായിരുന്നു. ഇതൊക്കെ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന സംഗതികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിലെ അവസാനത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്: ദ മുഗൾ പാദ്ഷാ ഹു അസെൻഡഡ് ദ ത്രോൺ വിതൗട്ട് ആൻ ഇഞ്ച് ഓഫ് ലാൻഡ് ആൻഡ് ലെഫ്റ്റ് എ വാസ്റ്റ് എംപയർ. ഒരു തരി ഭൂമി ഇല്ലാതെ അധികാരത്തിലേറുകയും അവസാനം വളരെ വിശാലമായിട്ടുള്ളൊരു രാജ്യം അവശേഷിപ്പിച്ച് മരിച്ചു പോവുകയും ചെയ്തിട്ടുള്ള മുഗൾ റൂളർ, മുഗൾ എംപറർ ആര് എന്നുള്ളതാണ്. ഓപ്ഷൻ എ അക്ബർ, ഓപ്ഷൻ ബി ജഹാംഗീർ, ഓപ്ഷൻ സി ഔറംഗസീബ്, ഓപ്ഷൻ ഡി ബഹദൂർ ഷാ. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ അക്ബർ എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം അക്ബർ അധികാരത്തിൽ വരുന്നത്
1556ലാണ്, 1556ലാണ്. ഈ സമയത്ത് അഫ്ഗാൻ റൂളറായിരുന്ന അല്ലെങ്കിൽ അഫ്ഗാൻ റൂളറുടെ എന്താണ് പറയലേ ഏജന്റ് ആയിരുന്ന ഹെമു എന്ത് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അക്ബറിനൊരു പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ അഫ്ഗാൻ റൂളറായിരുന്ന ഹെമുവിനെ പരാജയപ്പെടുത്തിയിട്ടാണ് അക്ബർ മുഗൾ എംപയറിന് ഒരു രണ്ടാം എന്താണ് പറയലേ ഒരു സെക്കൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുന്നത്. അതിന്റെ മുന്നേ തന്നെ ഹുമയൂണിന്റെ കയ്യിൽ നിന്ന് പോയിട്ട് വീണ്ടും ഹുമയൂൺ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഹുമയൂൺ മരിക്കുന്നതോടുകൂടി അതുവരെ ഹുമയൂണിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ കൂടി അഫ്ഗാൻസിന്റെ കയ്യിലേക്ക് തന്നെ പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അക്ബർ അവിടെ ശക്തമായിട്ട് ബൈറം ഖാന്റെ നേതൃത്വത്തിൽ സെക്കൻഡ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിൽ വിജയിച്ചത് കൊണ്ട് മാത്രമാണ് മുഗൾ എംപയറിന് പിന്നീട് തുടരാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ വരുന്ന സെഷനുകളിലായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോസ് കാണുന്ന ബഹുഭൂരിപക്ഷ ആൾക്കാരും അല്ലെങ്കിൽ ഇങ്ങനെയാണ്, അതായത് അനലിറ്റിക്സ് നോക്കുമ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരിൽ 77% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക. അത് നിങ്ങൾക്ക് ഉപകാരമാണ്, നമുക്ക് ഉപകാരമാണ്. അറ്റ്ലീസ്റ്റ് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. സോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എനിവേസ് നമ്മൾ ഇതുപോലത്തെ ഒരുപാട് കണ്ടന്റ് ഇതിനകത്ത് ഡെലിവർ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു. ഞാനിങ്ങനെ നെറ്റിലൊക്കെ നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഇത്തരത്തിലുള്ള കണ്ടന്റുകളെ നമുക്ക് അവൈലബിൾ ആവുന്നുള്ളൂ. സോ ഇത് നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സംഗതി തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കമൻറ്റിനകത്ത് ഫസ്റ്റ് ഒരു കമൻ്റായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുക്കാം, അതിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. എല്ലാവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ. യെസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു സെഷനിൽ കാണാം. ബൈ.